ഭൂമിയുടെ ഏക സ്വാഭാവിക ഉപഗ്രഹമായ ചന്ദ്രനെ കീഴടക്കാനുള്ള വൻശക്തി രാജ്യങ്ങളുടെ മത്സരത്തിന് പുതിയ മാനങ്ങൾ കൈവരുന്നു. 2036ഓടെ ചന്ദ്രനിൽ ഒരു ആണവ നിലയം സ്ഥാപിക്കാനുള്ള ബൃഹത് പദ്ധതിയുമായി റഷ്യ രംഗത്തെത്തിയിരിക്കുകയാണ്. റഷ്യയുടെ ബഹിരാകാശ ഏജൻസിയായ റോസ്കോസ്മോസ് ആണ് ഈ വിവരം ഔദ്യോഗികമായി അറിയിച്ചത്. റഷ്യയുടെ ചാന്ദ്ര ദൗത്യങ്ങൾക്കും റഷ്യയും ചൈനയും സംയുക്തമായി വികസിപ്പിക്കുന്ന ഗവേഷണ കേന്ദ്രത്തിനും ആവശ്യമായ ഊർജം ലഭ്യമാക്കുക എന്നതാണ് ഈ ആണവ നിലയത്തിന്റെ ലക്ഷ്യം. പദ്ധതിയുടെ വിശദാംശങ്ങൾ ആണവ നിലയം നിർമ്മിക്കുന്നതിനായി ലാവോഷ്കിൻ അസോസിയേഷൻ എന്ന എയ്റോസ്പേസ് കമ്പനിയുമായി റഷ്യ കരാർ ഒപ്പിട്ട് കഴിഞ്ഞു. ഈ പദ്ധതിയിൽ റഷ്യൻ സ്റ്റേറ്റ് ആറ്റോമിക് എനർജി കോർപ്പറേഷനായ റോസാറ്റോമും റഷ്യയിലെ പ്രമുഖ ആണവ ഗവേഷണ സ്ഥാപനമായ കുർച്ചാറ്റോവ് ഇൻസ്റ്റിറ്റ്യൂട്ടും പങ്കാളികളാണ്. ചന്ദ്രനിലെ ദീർഘകാല പര്യവേഷണ പരിപാടികൾക്കും അവിടെ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന ഒബ്സർവേറ്ററികൾക്കും റോവറുകൾക്കും ആവശ്യമായ വൈദ്യുതി ഈ നിലയത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കും. കേവലം കുറഞ്ഞ കാലത്തെ ദൗത്യങ്ങളിൽ നിന്ന് മാറി ചന്ദ്രനിൽ സ്ഥിരമായി പ്രവർത്തിക്കുന്ന ഒരു ഗവേഷണ കേന്ദ്രം എന്ന ലക്ഷ്യത്തിലേക്കുള്ള സുപ്രധാന ചുവടുവെപ്പാണിതെന്ന് റോസ്കോസ്മോസ് വ്യക്തമാക്കി. റഷ്യയും അമേരിക്കയും തമ്മിലുള്ള മത്സരം ചന്ദ്രനിലെ ഊർജ ആവശ്യങ്ങൾക്കായി ആണവ റിയാക്ടർ സ്ഥാപിക്കാൻ ഒരുങ്ങുന്നത് റഷ്യ മാത്രമല്ല. അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയും സമാനമായ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. 2030ന്റെ ആദ്യ പകുതിയോടെ ചന്ദ്രനിൽ ഒരു ആണവ റിയാക്ടർ സ്ഥാപിക്കാനാണ് അമേരിക്കയുടെ ലക്ഷ്യം. നമ്മൾ ചന്ദ്രനിലേക്കുള്ള ഓട്ടത്തിലാണ്, പ്രത്യേകിച്ച് ചൈനയുമായുള്ള മത്സരത്തിൽ. ചന്ദ്രനിൽ ഒരു താവളം സ്ഥാപിക്കണമെങ്കിൽ നമുക്ക് വലിയ തോതിൽ ഊർജം ആവശ്യമാണ് എന്ന് US ട്രാൻസ്പോർട്ട് സെക്രട്ടറി ഷോൺ ഡഫി ഈയിടെ അഭിപ്രായപ്പെട്ടിരുന്നു. ചന്ദ്രനിൽ മനുഷ്യവാസം സാധ്യമാക്കാനും അവിടെ നിന്ന് ചൊവ്വയിലേക്ക് യാത്രകൾ നടത്താനും ഊർജം അത്യാവശ്യമാണെന്ന് അമേരിക്കയും കരുതുന്നു. ചന്ദ്രനിലെ പര്യവേഷണത്തിന് സൗരോർജം ഉപയോഗിക്കാൻ ചില പരിമിതികളുണ്ട്. ചന്ദ്രനിലെ ഒരു രാത്രി എന്നത് ഭൂമിയിലെ 2 ആഴ്ചയോളം വരും. ഈ സമയത്ത് സൗരോർജം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയില്ല. അതിശക്തമായ തണുപ്പിനെ അതിജീവിക്കാനും മെഷീനുകൾ പ്രവർത്തിപ്പിക്കാനും ആണവോർജം പോലെ സ്ഥിരതയുള്ള ഒരു സ്രോതസ് അത്യന്താപേക്ഷിതമാണെന്ന് ശാസ്ത്രജ്ഞർ കരുതുന്നുണ്ട്. നിയമപരമായ തടസ്സങ്ങൾ ബഹിരാകാശത്ത് ആണവായുധങ്ങൾ സ്ഥാപിക്കുന്നത് അന്താരാഷ്ട്ര നിയമങ്ങൾ വഴി നിരോധിച്ചിട്ടുണ്ടെങ്കിലും സമാധാനപരമായ ആവശ്യങ്ങൾക്കായി ആണവ ഊർജ സ്രോതസ്സുകൾ ഉപയോഗിക്കുന്നതിന് തടസ്സമില്ല. കൃത്യമായ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് മാത്രമേ ഇത്തരം പ്ലാന്റുകൾ സ്ഥാപിക്കാൻ കഴിയൂ. ചന്ദ്രനിൽ ഹീലിയം-3 പോലെയുള്ള അപൂർവമായ ഇന്ധനങ്ങളും സ്മാർട്ട് ഫോണുകൾക്കും മറ്റ് നൂതന സാങ്കേതിക വിദ്യകൾക്കും ആവശ്യമായ അപൂർവ ലോഹങ്ങളും വൻതോതിൽ ഉണ്ടെന്നാണ് നിഗമനം. ഇവ കണ്ടെത്തുന്നതിനും ഖനനം ചെയ്യുന്നതിനുമുള്ള മത്സരമാണ് ഇപ്പോൾ ലോകരാജ്യങ്ങൾക്കിടയിൽ നടക്കുന്നത്.